മതി. ഇന്ന് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു അടിപൊളി ടിപ്പുമായിട്ട് വന്നിട്ട് ഒരു പാവക്കാക്ക് അടിച്ചു കൊടുത്താൽ 100 മേനി വിളവ് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ട് വന്നിട്ട് ഒറ്റ ഒരു തവണ കൊടുത്താൽ മതി, ഒരു തവണ അടിച്ചു കൊടുത്താൽ മതി. ഇതും പിന്നെ ഇത് വേണ്ട ശേഷം മഞ്ഞപ്പൊടിയും കൂടി കലക്കിയിട്ട് അടിച്ച്, ഇത് തൈരാണ്, തൈര് അടിച്ചിട്ട് കൊണ്ടുവന്ന ഇത് ഒരു ഗ്ലാസ് തൈരാണ്. ആ തൈര് അടിച്ചിട്ട് വന്നാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ഗ്ലാസ് മോര് വെള്ളം ഒഴിക്കുക. ഇതിൻ്റെ അകത്ത് 2 ഗ്ലാസ് മോര് ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് മോരും 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 2 ഗ്ലാസ്. ഇത് അരിക്കണം. ഇത് അരിച്ചിട്ട് അതിലൊഴിക്കട്ടെ. പൊടി അങ്ങനെ ഉണ്ടെങ്കിൽ അരിപ്പേന്ന് പോകില്ല കേട്ടോ. ആ നെയ്പ്പറ്റുണ്ടാകുമ്പോൾ അരിപ്പേന്ന് പോകില്ല. എനിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ ഒഴിക്കുക. ഇത് ഇതിലൊഴിക്കുക. ഇത് ഇതിനകത്ത് ഒഴിച്ചിട്ട് അരിപ്പയിൽ ഒഴിച്ചിട്ട് അതിപ്പം കാണുന്നുണ്ടോ അറിയില്ല. ഇതിപ്പോൾ 2 ഗ്ലാസ്, ഇത് 1 ഗ്ലാസ് മോരും 2 ഗ്ലാസ് വെള്ളവും. 1 ഗ്ലാസ് വെള്ളം ഇല്ല, ഒന്നും കൂടി ഒഴിക്കണം അത്രേ. ഇത് കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ടേ, മഞ്ഞൾ ഇടുന്നുണ്ടേ, കുറച്ച് മഞ്ഞൾ ഇനി കുറഞ്ഞു പോയ സാരമൊന്നുമില്ല, കൂടിപ്പോയ സാരമൊന്നുമില്ല. മഞ്ഞൾ നല്ലതാണ്, മഞ്ഞൾ നല്ലതാണ്. ഈ ഇളക്കട്ടെ. മഞ്ഞൾ എല്ലാത്തിനും നല്ലതാണ്, നല്ലൊരു കിടിലം വളമാണ് ഇത്. ഇതിന് വേണ്ടിയിട്ടാണ് അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ 100 മേനി വിളവാണ്. അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്താ 1 ഗ്ലാസ് കൂടി ഒഴിക്കട്ടെ. ആ 2 ഗ്ലാസ് മോരും 1 ഗ്ലാസ് മോരും 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മഞ്ഞളും. ഇത് ഒറ്റ ഒരു തവണ ചെയ്താൽ മതി. ഇഷ്ടംപോലെ കായ് വരിക്കാനാകുമ്പോൾ ഇഷ്ടംപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നല്ലോണം 100 മേനി വിളവെടുക്കുക. അത് അച്ചട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് കലക്കിയിട്ട് അടിച്ചു കൊടുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം അതിൻ്റെ കയ്പ്പക്ക കാണിച്ചു തരാം. അത് പൂത്ത് തുടങ്ങി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം 100 മേനി വിളവെടുക്കാം. അത് വേണ്ടിയിട്ടാണ്. കണ്ടേ, ഞാൻ കാണിച്ചു തരാമല്ലോ, അടിച്ചു തരാമല്ലോ, അടിക്കുന്ന കാണിച്ചു തരാമല്ലോ. കണ്ടേ, നിങ്ങളിപ്പം ഇത് കയ്പ്പ, ഇത് കണ്ടില്ലേ കയ്പ്പ. ആ കയ്പ്പ അങ്ങോളം പടൻ്റെ ഒറ്റമേടെ കയ്പ്പേ ഉള്ളൂ. നല്ലപോലെ ഉഷാറായിട്ട് പടന്നിട്ടുണ്ട്. കുമ്പളമുണ്ട്, മൊത്തം കുമ്പളം. ഇതിപ്പോൾ ഞാൻ അവിടെ അടിച്ചു കൊടുക്കട്ടെ. നിങ്ങൾക്ക് അടിച്ചു തരുന്ന കാണിച്ചു തരാമല്ലോ. ഈ കയ്പ ഇഷ്ടംപോലെ പൂത്ത് കായ് ഉണ്ടാകുമ്പോഴത്തേക്കും ആ കായ് ഉണ്ടായി തരും. കണ്ടാ, കായ് ഉണ്ടാകുന്നുണ്ട്. നല്ലവണ്ണം തല പൊട്ടി വരുന്നുണ്ട്. കണ്ടില്ലേ. ഇതെല്ലാറ്റും നല്ലതാണ്. കയ്പക്കാണ് ഒരു നല്ല ഗുണമുണ്ട്. കയ്പക്ക അടിച്ചു കൊടുക്കുക. നല്ലപോലെ 100 മേനി വിളവ് വരും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ഇത് അത്ര നല്ലൊരു വളമാണ്, മരുന്നുമാണ്. അതിൻ്റെ ഇലക്ക് അടിച്ചു കൊടുത്താൽ വേഗം കായ് പൂ ഉണ്ടാകുന്ന നല്ലൊരു മരുന്നാണ്. ഇത് മരുന്നും വളമാണ്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കാണിച്ചത്. ഇതിപ്പോൾ കായ് പൂത്ത് വരുന്ന സമയത്താണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത്. പൂമുടിയെല്ലാം വരുന്ന സമയത്ത് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെയിലത്ത് അടിക്കരുത്. രാവിലെ വെയിലില്ലാത്ത സമയത്ത് അടിക്കണം. വെയിലിൻ്റെ സമയത്ത് അടിച്ചാൽ പോയി പോവും. അതുകൊണ്ട് വെയിലില്ലാത്ത സമയത്ത് അടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, കിച്ചണിൽ ഉണ്ടാകുന്നുണ്ട് കാണാൻ. നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കക്കിരി
കണ്ടോ? 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 ഇത് കയ്പൊക്കെ നല്ലോണം പൂക്കായി ഉണ്ടാകും കേട്ടോ. കൂത്തൊലി അതുപോലെ ഉണ്ടാകും. കുമ്പളം മത്തനും മുടി പൊട്ടുന്നുണ്ട് കണ്ട. മുടി പൊട്ടുന്നെങ്കിൽ ഒന്ന് ഞാനവിടെ പൊത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് അവിടെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുത്തുന്നതായിട്ട് കായ്ച്ച കുത്തുന്നതായിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കിക്കോ. കായ് പറിക്കാനാകുമ്പോൾ പാവക്കൊക്കെ നല്ലോണം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവെടുക്കുക. ഒരു 100 മേനി ഉറപ്പായിട്ടും വിളവെടുക്കുക. കയ്പ എല്ലായിട്ടും നല്ലതാണ്. കയ്പക്കൊക്കെ മാത്രമല്ല അതിനെല്ലാവരും നല്ലതാണ്. അവിടെ നല്ലപോലെ നോക്കിയിട്ട് എടുക്കുക. എന്താ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിപ്പോൾ നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇത്തിരി മതി. നിങ്ങൾക്ക് എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.